ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് വരുൺ ധവാൻ, കീർത്തി സുരേഷ് എന്നിവരൊക്കെ അഭിനയിച്ച ബേബി ജോൺ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ഈ പടം എന്ന് പറഞ്ഞാൽ തെരിയുടെ റീമേക്കാണ്. പടം മൊത്തത്തിൽ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തെരിയെ കമ്പയർ ചെയ്യാതെ പറയുകയാണെങ്കിൽ ബേബി ജോൺ എന്ന് പറയുന്ന പടം അത്യാവശ്യം കണ്ടിരിക്കാവുന്ന കുഴപ്പമില്ലാത്തൊരു പടം തന്നെയാണ്. എൻ്റെ എടുത്തു പറയേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഫൈറ്റ് ആണെങ്കിലും വലിയ തിരക്കേടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ പാട്ടാണെങ്കിൽ ഒരു പാട്ട് നല്ലൊരു പാട്ടായിരുന്നു, പക്ഷെ ബാക്കിയൊന്നും അത്ര ഇങ്ങോട്ട് പോരാ. പിന്നെ ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത് ജാക്കി ഷറഫാണ്. വില്ലനും എത്ര പോരാ എന്ന് എനിക്ക് തോന്നിയുള്ളൂ. അഥവാ ഇപ്പം വിജയുടെ തെരി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ പടം ചിലപ്പോൾ അടിപൊളി ഹിറ്റടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായേനെ. പക്ഷേ തെരി ഓൾറെഡി ഇറങ്ങിയല്ലോ. അതിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ബേബി ജോൺ എന്നുള്ള പടം പൊട്ടപ്പടമാണ്. തെരി സിനിമയിലെ ഇൻട്രോ ആണെങ്കിലും നല്ല ക്ലാസ് ആയിട്ടായിരുന്നു. പിന്നെ ആ ഒരു പാട്ട് എല്ലാം നല്ലതായിരുന്നു. ഇതിനകത്തോട്ട് വരുമ്പം ഇൻട്രോയും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ്. പക്ഷേ പുള്ളി ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, അത്ര അങ്ങോട്ട് രസമായിട്ട് തോന്നിയില്ല. പിന്നെ ആദ്യത്തെ ഒരു പാട്ടാണെങ്കിലും വലിയ രസമായിട്ട് തോന്നിയില്ല. പിന്നെ തെരി സിനിമയിലെ മെയിൻ ഒരു സാധനമായിരുന്നു വിജയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീന്. പക്ഷേ ഇതിനകത്ത് വരുമ്പം വരുൺ ധവനും ആ ഒരു സീനൊക്കെ ഉണ്ട്, പക്ഷേ അത്ര അങ്ങോട്ട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതുപോലെ ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെങ്കിൽ വരുൺ ധവാനും കീർത്തി സുരേഷുമായിട്ടുള്ള കുറേ കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. അതാണെങ്കിലും മറ്റേ വിജയും സമന്തയൊക്കെ ചെയ്തതിൻ്റെ അത്ര അങ്ങോട്ട് എന്തായാലും വന്നിട്ടില്ല. ഇപ്പോൾ തെരി സിനിമ കണ്ടുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒന്നും തോന്നത്തില്ല. എല്ലാം നല്ല ബോറായിട്ടേ തോന്നത്തുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ തെരി സിനിമയ്ക്കകത്താണെങ്കിൽ വിജയും സമന്തയൊക്കെ ബസ് വെച്ചുള്ളൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ല അടിപൊളി സാധനമായിരുന്നു. ആ ഒരു സീനൊക്കെ ഇതിനകത്ത് നല്ല ബോറാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കീർത്തി സുരേഷ് സമന്തയുടെ റോൾ നല്ല അടിപൊളിയായിട്ട് കുളമാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം അതൊക്കെ പോലെ തന്നെയാണ് വരുൺ ധവാനും ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് മറ്റേ ഒരു വില്ലനെ ആണെങ്കിൽ കൊല്ലുന്നുണ്ട്, മറ്റേ ബ്രിഡ്ജിൻ്റെ അടിയൊക്കെ കെട്ടി തൂക്കിയിടുന്നത്. ഇതിനകത്തും വില്ലനെ കൊല്ലുന്നുണ്ട്, പക്ഷേ അങ്ങനെ ബ്രിഡ്ജിൻ്റെ അടിയെ കെട്ടി തൂക്കിയിട്ടിട്ടൊന്നുമല്ല, വേറൊരു രീതിയിൽ നല്ല രീതി കൊല്ലുന്നുണ്ട്. പിന്നെ ഇതിനകത്തും തെരി സിനിമയ്ക്കകത്തെ പോലെ തന്നെ വില്ലനും വിജയും തമ്മിൽ ഇൻ്റർവെല്ലിന് മുന്നേ ഒരു സീനുണ്ടല്ലോ, മറ്റേ ക്യാമറയൊക്കെ ഇങ്ങനെ കറക്കി കറക്കി എടുക്കുന്നത്. ആ സാധനം ഇതിനകത്തും ഉണ്ട്. ഇതിനകത്തൊക്കെ വന്നപ്പം നല്ല ബോറായിട്ട് തന്നെ തോന്നി. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും ബോറെന്ന് പറയാൻ പറ്റില്ല, കാരണം തെരി സിനിമയിൽ നല്ലതായിരുന്നു. ഇതിനകത്ത് വന്നപ്പം അത് ബോറായിട്ട് തോന്നി. അവസാനം ഇതിനകത്ത് സൽമാൻ ഖാൻ ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരാവശ്യവും ഇല്ലെന്ന് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് സൽമാൻ ഖാൻ വരാൻ തന്നെ മെയിൻ കാരണം അറ്റ്ലി എടുക്കുന്ന അടുത്ത പടത്തിൽ സൽമാൻ ഖാനാണ് നായകൻ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെരി സിനിമ ഇഷ്ടപ്പെടുന്നവർക്കാർക്കും ഈ ഒരു പടം ഇഷ്ടപ്പെടാൻ വഴിയില്ല. അതായത് വിജയുടെ ആ പടത്തിലുള്ള ഒരു സ്വാഗ്, ആറ്റിറ്റ്യൂഡ് അതൊന്നും വരുൺ ധവാന് ബേബി ജോണിനകത്ത് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. പുള്ളി ചെയ്യുമ്പം ഒരുമാതിരി കോമഡി പോലെ തോന്നിയിട്ടുള്ളൂ. പിന്നെ തെരി അതേപോലെ അങ്ങ് റിമേക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിനകത്ത് തെരിക്കകത്ത് ഇല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു മാസ് കൂട്ടാൻ വേണ്ടി കുറേ സീൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തെരി സിനിമയിലാണെങ്കിൽ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് വരുമ്പം അതും ബോറായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഈ പടത്തിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതിനെ കമ്പയർ ചെയ്യുമ്പം കണക്കാണ്. എന്നാലും അറ്റ്ലി ഇതെടുത്ത് വെച്ചല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം. ഏതായാലും തെരി എന്ന ഒരു നല്ല പടത്തിൻ്റെ റീമേക്ക് എടുത്ത് കുളമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പടം ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആ പടം ഓക്കെ ആയിരുന്നു. പക്ഷേ ഓൾറെഡി ഇറങ്ങിപ്പോയല്ലോ, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേത് പടമാണോ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്താണ്. ഓക്കെ, ബൈ.